ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷംസീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 3 എഗ്ഗും കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെങ്കിലും നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാജിക് എഗ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇത് ഒരു തവണ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർ തീർച്ചയായും കഴിക്കും. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാബേജ് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു വലിയ ഉള്ളിയുടെ പകുതി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ 1 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഞാനിതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിരുന്നു. അപ്പോൾ ഞാൻ 1 എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണം നമ്മൾ ഇതിനുള്ള മിക്സ് തയ്യാറാക്കി എടുക്കാൻ. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി കൊടുക്കാം. നമ്മൾ ഈ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സിൽ നിന്നും ഓരോ തവി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. ഇതിപ്പോൾ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് നമ്മൾ 5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ടിയുള്ള ബാറ്റർ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇഡ്ഡലി തട്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും ഈ ഒരു ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം.
3 എഗ്ഗും കുറച്ച് വെജിറ്റബിൾസും കൊണ്ട് നമുക്കിവിടെ 8 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണ് നമ്മുടെ മാജിക് എഗ് ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്